ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീട്ടിൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ഹോർലിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഫങ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്കാണ്. ഇത് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതും പോഷക വസ്തുക്കൾ അടങ്ങിയതുമായ പാനീയങ്ങളാണ്. പ്രോട്ടീൻ്റെയും മൈക്രോ ന്യൂട്രിയനുകളുടെയും കുറവ് നികത്താൻ സഹായിക്കുന്ന പാനീയം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹോർലിക്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാനീയമാണല്ലോ. ഇനി മുതൽ അധിക വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായി നമ്മൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഹോർലിക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതിന് വേണ്ടത് ഗോതമ്പാണ്. ഈ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാം. അതുപോലെ ഗോതമ്പ് കഴുകി ഉടനെ വറുത്തും ചെയ്യാം. നമ്മൾ ഇത് ഗോതമ്പ് മുളപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 2 കപ്പ് ഗോതമ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. സ്പ്രൗട്ടഡ് ധാന്യങ്ങൾക്ക് പോഷക ഗുണങ്ങൾ ഏറും. കഴുകി വെള്ളം കളഞ്ഞ ശേഷം 12 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. 12 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഗോതമ്പ് ഒരു കോട്ടൺ തുണിയിലേക്കിട്ട് കിഴികെട്ടി വയ്ക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൽ മുള വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഗോതമ്പെല്ലാം മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. അതിനെ ഗ്യാസ് കത്തിച്ച് അടികട്ടിയുള്ള പാനോ നോൺ സ്റ്റിക്ക് പാത്രമോ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ മുള വന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. സിമ്മിൽ വറുത്തെടുക്കണം. ഗോതമ്പ് മൂത്ത് നല്ല മണം വരണം. വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി നല്ല ക്രിസ്പി ആകുന്നത് വരെ വറക്കണം. കരിയാനും പാടില്ല, അതുപോലെ കളർ മാറാനും പാടില്ല. ശ്രമകരമായ പണിയാണിത്. കുറേ നേരം സിമ്മിൽ വറക്കണം. ഒരു ഗോതമ്പ് മണിയെടുത്ത് കഴിച്ചു നോക്കിയാൽ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. നന്നായി വറുത്തില്ലെങ്കിൽ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. കൂടാതെ ഹോർലിക്സിന് ഗോതമ്പിൻ്റെ പച്ച ചുവ ഉണ്ടാവുകയും ചെയ്യും. വറുത്ത ഗോതമ്പ് ഒരു പേപ്പറിലേക്കിട്ട് നിരത്തി നല്ലപോലെ തണുക്കാൻ വയ്ക്കാം. ഇനി അതേ കടായിൽ 2 സ്പൂൺ പിസ്ത, 1/2 കപ്പ് ബദാം, 1/2 കപ്പ് നിലക്കടല എന്നിവ ചേർത്ത് സിമ്മിൽ വറുക്കുക. ഈ നട്ട്സിന് പകരം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത കോംബോയിലും ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നട്ട്സും ഇതുപോലെ തണുക്കാൻ വയ്ക്കാം. ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വയ്ക്കാം. ഏലയ്ക്ക ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഹോർലിക്സിന് ഏലക്കയുടെ ഫ്ലേവർ കിട്ടും. ആറിയ ശേഷം ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് പൊടിക്കുക. നമ്മൾ 2 രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒന്നിൽ ബദാം, പിസ്ത, നിലക്കടല, കൽക്കണ്ട എന്നിവ ചേർത്താണ് പൊടിക്കുന്നത്. അടുത്ത രീതി ബദാം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, വറുത്ത ഗോതമ്പ് എന്നിവ ചേർത്താണ് പൊടിക്കുന്നത്. കുറേശ്ശായി മിക്സി ജാറിലേക്കിട്ട് പൊടിച്ച് നല്ലപോലെ ചലിച്ചെടുക്കുക. നൈസ് അരിപ്പിയിലൂടെ ചലിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ പൊടിച്ച് ചലിച്ചു വെച്ചതിലേക്ക് 2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ ഹോർലിക്സ് റെഡി. കുട്ടികൾക്ക് കൽക്കണ്ട ചേർത്ത് പൊടിച്ച ഹോർലിക്സ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ ഹോർലിക്സിൽ 4 സ്പൂൺ എടുത്ത് 2 സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്താൽ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഹോർലിക്സ് തയ്യാർ. ഇനി നമ്മൾക്കിത് കലക്കിയെടുക്കാം. ഇതിന് 2 ഗ്ലാസ്സിൽ നല്ല ചൂട് പാലെടുക്കുക. ഒന്നിൽ സാദാ പ്ലെയിൻ ഹോർലിക്സും അടുത്ത ഗ്ലാസ് പാലിൽ കൊക്കോ പൗഡർ ചേർത്ത ചോക്ലേറ്റ് ടേസ്റ്റിലുള്ള ഹോർലിക്സും ചേർത്ത് കലക്കിയെടുക്കുക. നല്ല രുചികരമായ ഹോർലിക്സ് റെഡി. ആറിയതിനു ശേഷം കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.